ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. അങ്കമാലി പോർക്ക് ഫരീദാബാദിലേക്ക്. ചക്കി ചങ്കരം എന്ന പേരിൽ ഒരു ഹാസ്യ നാടകമുണ്ട്. മുൻഷി രാമക്കുറുപ്പാണ് അത് രചിച്ചത്. മുൻഷി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് ഏഷ്യാനെറ്റിലോ മറ്റോ ഉള്ള ഒരു അപ്പോപ്പനാണ്. നല്ല പഞ്ച് ഡയലോഗോടുകൂടി ഒരു പരിപാടി അവസാനിപ്പിക്കുന്ന ഒരു അപ്പൂപ്പൻ. പക്ഷെ ഇതൊരു പേർഷ്യൻ വാക്കാണെന്നാണ് എൻ്റെ അറിവ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഭാഷകളിൽ പ്രാവീണ്യം ലഭിച്ചവരെ ആദരസൂചകമായി വിശേഷിപ്പിച്ചിരുന്നതാണ് മുൻഷി. ഇന്ത്യയിൽ ഭാഷാ അധ്യാപകർക്ക് നൽകുന്ന ഒരു പദവിയാണിത്. ഇപ്പം പ്രൊഫസർ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ളൊരു പദവിയാണ് ഈ മുൻഷി. ഈ മുൻഷി രാമക്കുറുപ്പ് ജനിച്ചത് 1848 മരിച്ചത് 1897. 1873 മലയാളം പണ്ഡിറ്റായി തിരുവനന്തപുരം മഹാരാജാസ് കോളേജിൽ ജോലി കിട്ടി. 1887 വരെ അവിടെ ജോലി തുടർന്നു. 1844 ഈ ചക്കി ചങ്കരം എന്ന നാടകം എഴുതിയത്. ഉന്നത കുലജാതന്മാരായ ആഢ്യന്മാരെയും കൊച്ചമ്മമാരെയും നായിക പദവിയിലേറ്റിക്കൊണ്ടുള്ള നാടകങ്ങളെ പരിഹസിക്കാൻ വേണ്ടിയാണ് ഈ മുൻഷി രാമക്കുറുപ്പ് ഈ നാടകം എഴുതിയത്. നായകന്റെ പരിചാരകൻ ശങ്കരനും നായികയുടെ ജോലിക്കാരി ചക്കിയും തമ്മിലുള്ള പ്രണയവും പാരവശ്യവുമാണ് ഈ ഹാസ്യ നാടകത്തിലെ വിഷയം. വീട്ടുജോലിക്കാരൊക്കെയാണ് മറ്റ് മുഖ്യ കഥാപാത്രങ്ങൾ. ഈ ചക്കി ചങ്കരം നാടകത്തിന്റെ അവസാനത്തില് പരമശിവന്റെ പ്രതിനിധിയായ ഒരു കുമ്പാണ്ഡൻ തന്റെ യോഗ ദണ്ടുകൊണ്ട് അന്നത്തെ രീതിയിലുള്ള അസഹനീയ നാടകത്തിൽ അഭിനയിക്കുന്നവരെയെല്ലാം അടിച്ചോടിക്കുന്ന ഒരു രംഗമുണ്ട്. അതാണ് ചക്കി ചങ്കരം നാടകത്തിന്റെ അവസാനത്തെ രംഗം. പരമശിവന്റെ ഒരു പ്രതിനിധിയായിട്ട് കുമ്പാണ്ഡൻ വന്നിട്ട് ഒരു യോഗദണ്ഡ് എടുത്തിട്ട് അന്നത്തെ ഈ നാടകത്തിൽ അഭിനയിക്കുന്നവരൊക്കെ അടിച്ചോടിക്കുകയാണ്. നാടകക്കാരെ അടിച്ചോടിക്കാനായിട്ട് വടിയുമായിട്ട് കുമ്പാണ്ഡൻ നടക്കുകയാണ്. അതാണ് ഈ നാടകത്തിന്റെ അവസാന രംഗം. അക്കാലത്തുണ്ടായ എല്ലാ നാടകങ്ങളിലും വേലക്കാരവതരിപ്പിക്കുന്ന അന്തർനാടകങ്ങളുണ്ടായിരുന്നു. തരം താണ നാടക രംഗങ്ങൾ. ആദ്യകാല സിനിമകളിലൊക്കെ, മലയാള സിനിമകളിലും അത്തരം രംഗങ്ങൾ കാണാം. കാണികളെ ഇക്കിളിപ്പെടുത്താനോ രസിപ്പിക്കാനോ ഉള്ള തീർത്തും വിലകെട്ട അല്ലെങ്കിൽ പാഴ്ശ്രമങ്ങളായിട്ടുള്ളത്. അന്തവും ചന്തവും ഇല്ലാത്ത അന്തർനാടകങ്ങൾ കൂണുപോലെ ഇങ്ങനെ ഓരോ നാടകത്തിലും കയറ്റുകയാണ്. അത് വാസ്തവത്തിൽ അത് ആവശ്യമില്ല. പക്ഷെ മനുഷ്യരെ ഇക്കിൾപ്പെടുത്തണം എന്നൊക്കെയുള്ള മട്ടില് തരം താണ മിമിക്രി എന്നൊക്കെ പറയില്ലേ, തരം താണ ഹാസ്യം, അതായിരുന്നു. അതിൽ മനം മടുത്തിട്ടാണ് അക്കാലത്തെ ജീർണിച്ച നാടക അവസ്ഥയോട് പ്രതികരിക്കാൻ വേണ്ടി ഈ മുൻഷി രാമക്കുറുപ്പ് കുമ്പാണ്ഡൻ എന്ന ഒരു കഥാപാത്രത്തെ സൃഷ്ടിച്ച് ഇങ്ങനെ അതായത് അന്നത്തെ ആ പാഴ്ജന്മങ്ങളെ മുഴുവൻ അടിച്ചോടിക്കുന്ന ഒരു കഥാപാത്രമായിട്ട് വരികയാണ്. അത്രയും മടുത്തിട്ടാണ്. അതായത് ഒരു നിലവാരമില്ലാത്ത അന്തർനാടകങ്ങൾ ഇല്ലേ, ഈ വരാന്തയിൽ കോറിഡോറിൽ നിന്നുള്ള കളികൾ, യഥാർത്ഥ രംഗത്തേക്ക് അവർ വരില്ല. കളികൾ കളിക്കുന്നതൊക്കെ ഈ കോറിഡോറിലാണ്. ഈ രാമക്കുറുപ്പ് കോളേജിൽ അധ്യാപകനായിരുന്നത് പറഞ്ഞല്ലോ, തിരുവനന്തപുരത്ത്. ഒരു ദിവസത്തേക്കും വളരെ വൈകിയാണ് വന്നത്, കോളേജിലെത്തിയത്. ഈ കോളേജിൽ അധ്യാപകനായിരുന്ന സമയത്ത് പ്രിൻസിപ്പൽ ഒരു സായിപ്പാണ്. സായിപ്പ് ചോദിച്ചു, രാമക്കുറുപ്പിനോട് ചോദിച്ചു, മുൻഷി രാമക്കുറുപ്പിനോട് ചോദിച്ചു, എന്തേ താമസിച്ചേ? രാമക്കുറുപ്പ് പറഞ്ഞു, സായിപ്പേ, വലിയ മഴ. 600 ഏലയിലെ വരമ്പില് ഒരടി മുമ്പോട്ട് വെച്ചാൽ 2 അടി പുറകോട്ട് പോകും. അതുപോലെ വഴുവഴുപ്പ. ഒരടി മുമ്പോട്ട് വെച്ചാൽ 2 അടി പുറകോട്ട് പോകും. അതുകൊണ്ടാണ് വൈകിയത്. സായിപ്പ്, ഒരടി മുന്നോട്ട് 2 അടി പുറകോട്ട് പോകുമെങ്കിൽ നിങ്ങൾ എങ്ങനെ ഇവിടെ കോളേജിൽ എത്തി? ഒരടി വെച്ചാൽ 2 അടി പുറകോട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി? അപ്പൊ രാമക്കുറുപ്പ് പറഞ്ഞു, ഒരു അല്പം ഹാസ്യമുള്ള ഒരാളാണല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ തിരിഞ്ഞു നടന്നു. ഞാൻ മുമ്പൊരു വീഡിയോയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മുന്നേറ്റക്കാരും വിമതരെയും കുറിച്ച് അങ്കമാലി പോർക്കിനെ കുറിച്ച് പോലെയാന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതായത് അതിന്റെ കഴുത്തിലെ കയറിട്ടോ മറ്റോ ഈ വണ്ടിയിലേക്ക് കയറ്റാൻ ശ്രമിച്ചാൽ അത് വരില്ല, അത് പുറകോട്ട് പോകും. അപ്പൊ നമ്മുടെ ആളുകൾ എന്താ ചെയ്യുക, അതിന് വാലി പിടിച്ചു വലിക്കും. അപ്പൊ അത് പുറകോട്ട്, ഇങ്ങോട്ട് വലിച്ചാൽ അങ്ങോട്ടേ പോവുള്ളൂ. അങ്ങനെ വലിക്കുമ്പോൾ പെട്ടെന്ന് കൈ വിട്ട് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അനക്തസിദ്ധമായിട്ട് ഈ വണ്ടിയിൽ കയറും. അതാണ് ഈ അങ്കമാലി പോർക്ക് എന്ന് പറയണേ. അതായത് പറയുന്നതിന് നേരെ വിപരീതം ചെയ്യുള്ളൂ, പറയുന്ന നേരെ വിപരീതം. ഇതുപോലൊരു കഥ ലങ്കയിലുണ്ട്, ശ്രീലങ്കയിൽ.
ഒരു വിദൂഷകനെ കുറിച്ചാണത്. രാജാവിന്റെ കുതിരയെ ഉദ്യാനത്തിലേക്ക് കൊണ്ടുവരാൻ കൊട്ടാരത്തിലുള്ളവർ എത്ര ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല. കുതിരയെ മുൻപോട്ട് തള്ളുമ്പോൾ അത് 2 അടി പുറകോട്ട് പോകും. അപ്പോൾ രാജകൽപ്പന അനുസരിച്ച് ഈ വിദൂഷകൻ അവിടെ എത്തി. അയാള് കുതിരയുടെ പൃഷ്ഠം ഉദ്യാനത്തിന് നേർക്ക് തിരിച്ചു വെച്ചിട്ട് അതിന്റെ പുറകുവശത്ത് തള്ളി. ഓരോ തവണ തള്ളുമ്പോഴും കുതിര 2 അടി പുറകോട്ട് വരും. അങ്ങനെ പല തവണ തള്ളിയപ്പോൾ കുതിര ഉദ്യാനത്തിലെത്തി. ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മുന്നേറ്റക്കാരെയും വിമത വൈദികരെയും ഞാൻ പറഞ്ഞല്ലോ, അങ്കമാലി പോർക്കിനെ പോലെയാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ കുതിരയെ പോലെയാണ് വിദൂഷകൻ ഈ പുറകിൽ തള്ളി. ഇപ്പോ ഈ അങ്കമാലി പോർക്കിനെ ഫരീദാബാദിലേക്ക് കയറ്റി അയക്കുകയാണ് ഈ മുന്നേറ്റക്കാരും വിമതരും. കാരണം എറണാകുളത്ത് അവർക്ക് നിലനിൽപ്പില്ലെന്ന് ഏതാണ്ട് മനസ്സിലായിട്ടുണ്ട്. ജനങ്ങൾക്കെല്ലാം അവരുടെ തനി സ്വഭാവം മനസ്സിലായിട്ടുണ്ട്. നമ്മുടെ സഭയെ ഒറ്റക്കൊടുക്കാനും ഈ തീവ്രവാദ സ്വഭാവമുള്ള ആളുകൾക്ക് നമ്മുടെ സഭയെ തീരെഴുതി കൊടുക്കാനും വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ഇവരുടെ തനി നിറക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചെലവാകില്ല കണ്ട അങ്കമാലി പോർക്കിനെ, അതായത് അനുസരിക്കില്ല, ഇങ്ങനെ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും, എന്ത് പറഞ്ഞാലും നേരെ വിപരീതം ചെയ്യുള്ളൂ. അങ്ങനെ ഈ അങ്കമാലി പോർക്കിന്റെ സ്വഭാവം ഫരീദാബാദിലേക്ക് കയറ്റി അയക്കാനുള്ള ശ്രമം നടക്കുകയാണ്. ഇവരുടെ ഈ പൃഷ്ഠത്തിൽ അടിക്കേണ്ടവരെ ഈ രാമക്കുറുപ്പിന്റെ നാടകത്തിലെ കുമ്പാണ്ടനെ പോലെ വടികൊണ്ട് അടിക്കേണ്ടവരുണ്ട്. പക്ഷെ ആ അടിക്കേണ്ടവരെ അടിച്ചോടിക്കേണ്ട ഒരു അവസ്ഥയാണിത്. എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നത്? ഈ ചക്കിച്ചങ്കരം എന്ന് പറഞ്ഞ ഈ നാടകത്തിന് വേറൊരു പതിപ്പുണ്ട്. പുളിച്ചിങ്ങോത്ത് അമ്മിണിയമ്മ എന്ന വ്യാജ പേരില് KC നാരായണ നമ്പ്യാർ രചിച്ച വേറൊരു നാടകത്തിന്റെ പേരാണ് ചക്കിച്ചങ്കരൻ. പക്ഷെ അതിനെ സാഹിത്യകാരന്മാർ വിളിക്കുന്നത് വടക്കൻ ചക്കിച്ചങ്കരം എന്നാണ്. അതായത് ഈ ചക്കിച്ചങ്കരത്തിന്റെ ഒരു വടക്കൻ രൂപം. അതിന്റെ അവതാരിക തന്നെ തുടങ്ങുന്നത് പൊടിക്കൈകൾ എന്ന് പറഞ്ഞിട്ടാണ്. പൊടിക്കൈകൾ, അതായത് മനുഷ്യരുടെ കണ്ണിൽ പൊടിയിടാനുള്ള പൊടിക്കൈകളുമായിട്ട് നേരെ ചുവയുള്ള കാര്യങ്ങളല്ല, നിലവാരം കുറഞ്ഞ ചില പൊടിക്കൈകളുമായിട്ട് നടക്കുകയാണ്. എന്നിട്ട് ഈ വടക്കൻ ചക്കി ചങ്കരത്തിനകത്ത് അദ്ദേഹം പറയാണ്, ചക്കി എന്ന് പറഞ്ഞാൽ ശക്തിയാണ്, ശങ്കരൻ എന്ന് പറഞ്ഞാൽ ശങ്കരനാണ്. പക്ഷേ ഇവിടെ ശക്തിയുമില്ല ശങ്കരനുമില്ല, ശക്തിയുമില്ല ശങ്കരനുമില്ല, ദൈവവുമില്ല ദൈവത്തിന് ശക്തിയുമില്ല. എല്ലാം വെട്ടിപ്പുകളും തട്ടിപ്പുകളും പൊടിക്കൈകളുമാണ്. നമ്മളിപ്പോ കണ്ടല്ലോ, ഇന്നലെയൊക്കെ നമ്മൾ കണ്ടതാണ്. അധികാരമില്ലാത്ത, അതായത് സുപ്രീം കോടതിയുടെ, കത്തോലിക്ക സഭയുടെ സുപ്രീം കോടതിയുടെ അനുവാദമില്ലാത്ത സ്പെഷ്യൽ ട്രിബ്യൂണൽ ഉണ്ടാക്കുക, എന്നിട്ട് കാര്യങ്ങൾ അവർക്ക് വിട്ടുകൊടുക്കുക, എന്നിട്ട് അവിടെ നിന്ന് വത്തിക്കാനെന്ന് ഇത് നിയമാനുസൃതമല്ല അത് നിയമാനുസൃതമല്ല പറഞ്ഞ് നമ്മളെ ഈ ചക്കിച്ചങ്കരന്മാര് പോഴന്മാരാണെന്ന് ലോകത്തോട് മുഴുവൻ അറിയിക്കാനുള്ള പൊടിക്കൈകളാണ് നടക്കുന്നത്. ഇതിന്റെ ഇങ്ങനെയൊക്കെയാണോ ചക്കിക്കൊത്ത ചങ്കരൻ എന്നൊരു പേര് നമുക്കുണ്ട്. അതായത് ഒന്നിനും കൊള്ളരാത്തവൻ എന്നുള്ള അർത്ഥത്തിലാണ് ചക്കിക്കൊത്ത ചങ്കരൻ. ഈ ചക്കിച്ചങ്കരം സിനിമ നാടകം, വടക്കൻ ചക്കിച്ചങ്കരം ഈ KC നാരായണ നമ്പ്യാർ രചിച്ചത്, ഇതെല്ലാം ഒരു പക്ഷേ നമ്മുടെ സഭയുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ശരിയായി തോന്നും. ചക്കിക്കൊത്ത ചങ്കരൻ, ഈ ചക്കിക്കൊത്ത ചങ്കരൻ, വടക്കൻ ചക്കിച്ചങ്കരൻ ഒരു പരിശുദ്ധാത്മാവിന്റെ ശക്തിയോ ദൈവചിന്തയോ ഒരു ഈശ്വര വിചാരമോ യാതൊന്നുമില്ലാത്ത മുഖ്യ ചക്കിച്ചങ്കരനും വടക്കൻ ചക്കിച്ചങ്കരനും ഈ അവർക്ക് ഒത്ത തരത്തിലുള്ള അങ്കമാലി പോർക്കുകളെ പോലുള്ള ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകുന്ന കുറെ ജനതകളും. കുമ്പാണ്ടനെ വടി കൊടുത്ത് ഇവിടേക്ക് വിടണമെന്ന് നമുക്ക് ആരോടെങ്കിലും പറയണം. നല്ല യോഗ തണ്ടുകൊണ്ട് ഇവരുടെ എല്ലാം പൃഷ്ഠത്തിന് നല്ല അടി വെച്ച് കൊടുത്ത് അടിച്ചോടിക്കണം ഈ ഹാസ്യ കഥാപാത്രങ്ങളെ, തീർത്തും നിലവാരമില്ലാത്ത ഹാസ്യ കഥാപാത്രങ്ങളെ, ചക്കിച്ചങ്കരനെയും വടക്കൻ ചക്കിച്ചങ്കരനെയും അങ്കമാലി പോർക്കുകളെയും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.